ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും ടേസ്റ്റിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചിക്കൻ മാഗി ക്യൂബും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി വേറെ ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഒന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേണമെങ്കിൽ മാത്രം ഫുഡ് കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ഫുഡ് കളറും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചാറ്റ് മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പിടുന്ന പോർഷൻ എൻ്റെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന ഫുൾ ചിക്കനും കൂടെ ഒന്നിട്ട് നന്നായിട്ട് തന്നെ ഈ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിത് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കനെല്ലാം കുക്കറിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ വെന്ത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ആ മസാല കലക്കിനകത്ത് 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിലേയും കൂടെ വെള്ളം ഇറങ്ങി ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ ബാക്കി നമ്മുടെ മസാലയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് സെറ്റ് ചെയ്തൊന്ന് എടുക്കാം. ഞാൻ ആ ചിക്കനിലേക്ക് നമ്മുടെ ആ മസാല എല്ലാം ഒന്ന് തൂത്ത് പുരട്ടിക്കെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടിക്കെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഒരു ചാർക്കോളൊന്ന് നല്ല കനലാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇതിൽ വെച്ചിട്ട് നല്ല കനലാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു പുക ഒന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്മോക്കി ഫ്ലേവർ അതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ചിക്കന്. നല്ല സ്മോക്കി ഫ്ലേവറും കിട്ടുന്നുണ്ട്. പിന്നെ ചാറ്റ് മസാല, മല്ലിയില അതെല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ ചിക്കൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയാം. നല്ല സോഫ്റ്റുമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചിക്കന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.